മറിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചപ്പാത്തി, പൂരി, ചോറ് എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു കോളിഫ്ലവർ മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കും മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണമൊന്നും വാടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അതിലേക്ക് നമ്മൾ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച കോളിഫ്ലവറും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കണം കേട്ടോ. അത് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചങ്ങാണ്ട് വേവിച്ചെടുക്കണം. ഈ കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളെ കറി ഇവിടെ നന്നായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകാനൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ ഇത്. കറി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.